നല്ല ഹെൽത്തി ആയിട്ടുള്ള പിസ്സ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി ഒരു ഗ്ലാസ്സിലേക്ക് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് പൊന്തി വരാൻ വെക്കണം. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും, സാധാ ഈസ്റ്റ് ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പൊന്തി വരില്ല. ഡ്രൈ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും. ശേഷം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ഒറിഗാനോ പൊടിച്ചത് ചേർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. പോലെ കുഴച്ച് വെക്കണം. ഒരു കുറച്ച് ഓയിൽ പുരട്ടി ഇതുപോലെ ബോൾ ചെയ്ത് വെക്കണം. അതിലേക്ക് ഒരു നനഞ്ഞ തുണിയിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ തുണി നനച്ചതിന് ശേഷം വേണം ഇതുപോലെ 10 മിനിറ്റ് മൂടി വെക്കാൻ. ഒരു 15 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് പൊന്തി വരും. ശേഷം ഇതുപോലെ കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് മുളക് പൊടിയും, കുറച്ച് മതി കേട്ടോ, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ചിക്കൻ നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്നത്. കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് എല്ലാം കുറേശ്ശെ ചേർത്താൽ മതിയാവും. ഇതുപോലെ ഇത്രയും വറുത്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ നന്നായിട്ട് ഞുള്ളിയെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കാവൂ. ഇതുപോലെ ഞുള്ളിയിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോയും കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് നുറുക്കിയതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോയും ക്യാപ്സിക്കവും തീരെ പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചീസ് കൂടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി പ്ലേറ്റ് മുഴുവനൊന്ന് തടവി കൊടുക്കാം. നമ്മുടെ മാവ് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഓയിൽ തടവി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് അത് നന്നായിട്ട് പ്ലേറ്റിൽ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞെക്കി മാറ്റി മാറ്റി എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഹോളിട്ട് കൊടുക്കണം. ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ആദ്യം തന്നെ നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മുറിച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാവും. അതിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്ത് തട്ടിലാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. സോസ് ചില്ലി സോസും റെഡ് ചില്ലി സോസ് ആയിരിക്കണം. റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. സോസ് ഒഴിച്ചു. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ പ്രത്യേക സോസ് മേടിക്കാൻ കിട്ടും, പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ടൊമാറ്റോയും ക്യാപ്സിക്കം കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. വറുത്ത ഇതുപോലെ നമുക്കൊക്കെ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ പൗഡറും കൂടെ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ, ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചീസ് കൂടെ നിരത്തി കൊടുക്കാം. ചീസ് ഗ്രേറ്റ് ചെയ്താണ്, അതുകൂടെ നിരത്തി കൊടുക്കാം. ഒറിഗാനോ ചീസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ല കേട്ടോ, മോസറല്ല ചീസ്. ഇതുപോലെ മോസറല്ല ചീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അതുകൂടെ ഒന്ന് പുറത്ത് ഇട്ട് കൊടുക്കാം. മോസറല്ല ചീസ് ഇതുപോലെ ഒരു ഇത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചീകി എടുത്താൽ മതിയാവും. അതൊന്ന് മുറിച്ചെടുത്താൽ മതി.
ഇതുപോലെ ചീസൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു അപ്പച്ചമ്പ് വെച്ചിട്ട്, ഒരു പഴയ അപ്പച്ചമ്പ് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ വെച്ചിട്ട് അകത്തൊരു തിരികെ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കണം. ഒരു 15 മിനിറ്റ്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തീ കൂടിപ്പോകരുത്, മീഡിയം ഫ്ലെയറിലായിരിക്കണം വെക്കുന്നത്. മീഡിയം ഫ്ലെയർ വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ പിസ്സ റെഡി.